നവദമ്പതികളെ, സഹപ്രവർത്തകരെ, നമ്മുടെ ബോസ് വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഭാര്യയായി കിട്ടിയിരിക്കുന്നത് വലിയ ഒരു കലാഹൃദയത്തിന് ഉടമയായ ശ്രീമതി മൃദുലയെയാണ്. ഈ അവസരത്തിൽ മറ്റൊരു പ്രധാന വ്യക്തിയെ കൂടി നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പരിചയപ്പെടുത്തുവാനുണ്ട്. മഹേഷിന്റെ ഭാര്യാപിതാവായ ശ്രീ ചിറ്റേടത്ത് മാധവൻ നായർ. ഗാന്ധിയൻ പാരമ്പര്യം അണുവിട വിടാതെ ആദർശം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രകൃതി സ്നേഹിയും മദ്യവർജന ഫോറത്തിന്റെ പ്രസിഡന്റും തികഞ്ഞ ഗാന്ധിയനുമായ ശ്രീ മാധവൻ നായർ സ്വന്തം ചർക്കയിൽ സ്വയം നൂൽക്കുന്ന നൂൽ കൊണ്ട് നെയ്യുന്ന വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാറുള്ളൂ എന്ന നഗ്നസത്യം നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട്. സുഹൃത്തുക്കളെ, ജാലിയൻ വാലാബാഗിലെ ദുരന്തം ഇരുന്നോളൂ. പ്രിയമുള്ളവരെ, എല്ലാ കാര്യങ്ങളിലും അന്തസാർന്ന ചിട്ടയും വൃത്തിയും ആഗ്രഹിക്കുന്ന മഹേഷിന്റെ ജീവിത വീക്ഷണവും മിസിസ് മൃദുല മഹേഷിന്റെ ചിലങ്കയുടെ നൂപുര ധ്വനിയും ചേർന്ന് മഹേഷിന്റെ ഗൃഹത്തിന് ഒരു പുതിയ ക്ലാസിക്കൽ ടച്ച് കൈവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അടുത്തതായി സുഹൃത്തുക്കളെ, ദണ്ഡി യാത്ര എല്ലാവരും പോയിട്ട് മതി. ഈ സ്ഥാപനത്തിലെ സ്റ്റാഫ് അംഗങ്ങളുടെ വകയായ ഒരു സ്നേഹോപഹാരം നവദമ്പതികൾക്ക് നൽകുന്നതിനായി അക്കൗണ്ടന്റ് ശ്രീ മനോഹരനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പോ അച്ഛൻ പോവാൻ തന്നെ തീരുമാനിച്ചില്ലേ? പോകാതെ പറ്റില്ല മോനെ. അച്ഛൻ ഇവിടെ നിന്നെന്താ? മരുമോൻ പറഞ്ഞതിൽ കാര്യമുണ്ട് മാഷേ. ഇവിടെ താമസിച്ചാല് അടിക്കടി സെക്രട്ടേറിയറ്റ് പഠിക്കല്, നിരാഹാരവും സത്യാഗ്രഹവും ഒക്കെ നടത്തി നല്ല സുഭിക്ഷമായിട്ട് കഴിയാം. അച്ഛന്റെ കാര്യം അച്ഛൻ നോക്കിക്കോളും. ഒരു തന്നെ പാട് നോക്ക്. വേണ്ട മോളെ, മഹാത്മാരെ പറ്റി പറയാൻ അണികൾക്ക് അവകാശമുണ്ട്. എന്താ വേണ്ടേന്ന് വെച്ചാ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഇനി ഉണ്ടോ വലുതും പറയാൻ? ഇനി ഞങ്ങൾക്ക് ഇത്തിരി ഫാമിലി മാറ്റേഴ്സ് സംസാരിക്കാനുണ്ട്. നീ ഇവിടെ തന്നെ നിന്നാ മതി. വാ മോനെ. പിന്നെ ചില സമയത്ത് എന്റെ മോളുടെ പ്രവൃത്തി കണ്ട ഇവള് ചിറ്റേടത്ത് മാധവൻ നായരുടെ മകള് തന്നെയാണോന്ന് നിനക്കൊരു സംശയം തോന്നിയേക്കാം. സംശയിക്കണ്ട, അത് അവളുടെ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ക്ലിയർ ചെയ്തതാ. ഈ വാശിയും മുൻശുണ്ടിയും സ്വല്പം കൂടുതലാ. അങ്ങനെ വരുമ്പോ ലാത്തി പ്രയോഗവും ചൂരൽ പ്രയോഗവും ഒന്നും വേണ്ട. ഈ താടിമതെ ചക്കി ചക്കി ഒരു തട്ട് കെട്ടിയാ മതി. അങ്ങനെയാണ് അവളുടെ അമ്മയുടെ ശുണ്ടിയാ നിർത്തിയത്. അതൊന്നും സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ പോകാതിരിക്കാൻ പറ്റാഞ്ഞിട്ടാ. ഈ വെള്ളിയാഴ്ച തന്നെ എറണാകുളത്ത് 3 നിരാഹാര സത്യാഗ്രഹം ഉണ്ട്. കോഴിക്കോട് വേറെയും. അല്ല, ഇങ്ങനെ സ്ഥിരമായിട്ട് പട്ടിണി കിടക്കുന്നത് ശരീരത്തിന് ക്ഷീണമല്ല അച്ഛാ? എന്നെ കണ്ടിട്ട് അങ്ങനെ ഒരു ക്ഷീണം തോന്നുന്നുണ്ടോ? ഏയ്, അതില്ല. അതൊരു ട്രേഡ് സീക്രട്ടാ മോളെ. ദേ അച്ഛൻ ഇറങ്ങണു. ശരി അച്ഛാ. അപ്പൊ ശരി എന്നാ. ഓ ഉലഹു, അച്ഛനെ ബസ് സ്റ്റാൻഡിൽ ഡ്രോപ്പ് ചെയ്തേക്ക്. ശരി. ആ ബൈക്ക് വേണ്ട വേണ്ട വേണ്ട. സമയം എത്രയെന്ന വിചാരം? ഉറങ്ങണ്ടേ? ഇതൊന്ന് കഴിഞ്ഞോട്ടെ ചേട്ടാ. പത്മ സുബ്രഹ്മണ്യത്തിന്റെ പെർഫോമൻസാ. എന്റെ പ്രിയതമ നല്ല അസലായിട്ട് നൃത്തം ചെയ്യുമ്പോ ഞാൻ ഈ തീപ്പെട്ടിക്കൂട്ടിലെ ഡാൻസിന് വേണ്ടി എന്തിനാ ഉറക്കൊഴിക്കുന്നത്? ഞാൻ എന്നും അസലായിട്ട് നൃത്തം വെക്കണെങ്കിലേ ഇതൊക്കെ കണ്ടേ പറ്റൂ. ഓ, ഇതിന് വലിയ ഗവേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ ഭാര്യക്ക് നന്നായിട്ട് നൃത്തം അറിയാം. അത് ഇടയ്ക്കൊക്കെ ഒന്ന് ആടിക്കണ്ട് ആസ്വദിക്കാൻ ഭർത്താവിനും കഴിയുക. അതിന് പഠിച്ചൊക്കെ തന്നെ ധാരാളം മതിയെന്ന്. വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുതെന്നാണ് വൈദ്യുത ബോർഡിന്റെ പരസ്യം തന്നെ. വരാൻ പോകുന്നത് ഇരുണ്ട നാളുകളാണ്. വാടിക്കുട്ടി ഉറങ്ങാൻ പാ. എന്തിനാ ലൈറ്റ് ഓഫ് ചെയ്ത്? അമൂല്യമാണ് വൈദ്യുതി, പാഴാക്കരുത്. ദേ, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. കണ്ണു കാണാൻ മതി വെളിച്ചം, കാത് കേൾക്കാനേ വെളിച്ചം നിർബന്ധമില്ല. ഓ, അച്ഛൻ പറഞ്ഞ എത്ര ശരിയാ. ചുണ്ടി മൂക്കത്ത് മാത്രമല്ല, ബുദ്ധിക്കും ഉണ്ട് ചുണ്ടി. കണക്കായി പോയി. അതെ, ഈ അണിയും മൂണും വിരുന്നും ഒക്കെ മൃദുവിന് ബോറായി തുടങ്ങിയില്ലേ? ഏയ്, നല്ല രസല്ലേ. ഒന്നും അറിയണ്ട. നമ്മൾ ഫ്രണ്ട്സിന്റെയും ബന്ധുക്കളുടെയും വീട്ടിലങ്ങോട്ട് കേറി ചെല്ലേണ്ട താമസം. ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ എന്തൊക്കെയാ വേണ്ടേ? ഇതൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ എൻജോയ് ചെയ്യാൻ പറ്റൂ. നമുക്ക് കുറച്ചു കാലം കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാന്നേ. എനിക്ക് ശരിക്കും മടുത്തു ഈ നാണം കെട്ട ഏർപ്പാടിന്. ഞാനില്ല. നാളെ മുതലെങ്കിലും നമ്മുടെ അടുപ്പിൽ തീ പോകുന്നൊന്ന് കണ്ടാ മതിയായിരുന്നു. പാത്രങ്ങളോ സാധനങ്ങളോ വല്ലതും പോരാത്തുണ്ടെങ്കിൽ പറ, നമുക്ക് നാളെ തന്നെ വാങ്ങാം. അതൊക്കെ ജോലിക്കാരി വന്നിട്ട് മതിന്നേ. ജോലിക്കാരി?
ഞാൻ അച്ഛനോട് പറഞ്ഞയച്ചിട്ടുണ്ട് അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് അയക്കാൻ. ഇവിടെ ഒരു ജോലിക്കാരിയെ നിർത്തുന്നതിനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ചേട്ടനൊന്നും ഫാസ്റ്റ് ഫുഡ് മതിയെങ്കിൽ വേണമെന്നില്ല. എനിക്ക് ഈ അടുക്കളയിൽ ഏർപ്പാടൊന്നും അറിയത്തില്ല. 8 വയസ്സിൽ അമ്മ മരിച്ചേ പിന്നെ ഹോസ്റ്റലിലും ബോർഡിങ്ങിലും അല്ലായിരുന്നോ ജീവിതം. അവിടെ ഇതൊക്കെ ആരാ പഠിപ്പിച്ചേരാൻ? ഇതിലെന്തോന്ന് ഇത്ര പഠിക്കാൻ? ആർക്കും ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അരി കഴുകി കുക്കറിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ചോറ് റെഡി. പിന്നെ മെഴുക്ക് വരട്ടി, തോരൻ, സാമ്പാർ, ഓംലെറ്റ്, ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ? മീൻകറിയുടെ കൂട്ട് അല്പം പ്രയാസമാണെങ്കിലും ഫ്രൈ ഈസിയാ. ആദ്യമൊക്കെ ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞെന്നിരിക്കും, ഒരാഴ്ച കൊണ്ട് ശരിയാക്കാവുന്നല്ലേ ഉള്ളൂ. 100-400 കൊടുത്താ നല്ല കൈപ്പുണ്ണുള്ള അടുക്കളക്കാരികൾ കിട്ടുമ്പോ നമ്മളെന്തിനാ വെറുതെ രുചിയില്ലാത്ത ഫുഡ് കഴിക്കുന്നേ? മാത്രമല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളുടെ വിലയേറിയ സമയം അടുക്കളയിൽ വെറുതെ പാഴാക്കാനുള്ളതാണോ? ആ സമയത്ത് ഒന്നുമില്ലെങ്കിൽ 2 പുസ്തകങ്ങളും വായിക്കാം. ഇവിടെ ഒരു ഡാൻസ് ക്ലാസ് തുടങ്ങിയാൽ എന്താന്ന് ആലോചിക്കാൻ ഞാൻ. ഒരു 10 കുട്ടികളെ കിട്ടിയാ മാസം ഒരു 2000 രൂപയെങ്കിലും കിട്ടില്ലേ? ഇക്കാലത്ത് ഭാര്യ കൂടി അധ്വാനിച്ചാലേ സ്റ്റൈലായിട്ട് ജീവിക്കാൻ പറ്റൂ. അതിനൊന്നും ഞാൻ എതിരല്ല. സ്ത്രീകളുടെ കഴിവുകൾ വീടിനുള്ളിൽ തളച്ചിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഇഷ്ടമുള്ള ആഹാരം കഴിക്കണമെങ്കിൽ വല്ലവരുടെയൊക്കെ സഹായം വേണമെന്ന് പറയുന്നത് ഇത്ര കഷ്ടം തന്നെയാ. ചേട്ടൻ പറയുന്നേട്ടാ തോന്നും ആഹാരം കഴിക്കാൻ വേണ്ടി മനുഷ്യൻ ജീവിക്കുന്നേന്ന്. പിന്നെ എന്ത് കോപ്പിനടി. എന്നാ പിന്നെ നാളെ മുതൽ ആഹാരം കഴിക്കണ്ടെന്ന് വെക്കാം. നിന്റെ അച്ഛനെ പോലെ നിരാഹാരം ഇരിക്കാം. അയ്യോ, ജീവിക്കാൻ വേണ്ടി ആഹാരം കഴിച്ചാൽ മതിയെന്നാ ഞാൻ പറഞ്ഞത്. ഫാസ്റ്റ് ഫുഡിന് എന്താ ടേസ്റ്റ് ഇല്ലേ? ഭാര്യയുടെ കൈ കൊണ്ട് വെച്ച് വിളമ്പണമെന്നൊക്കെ വാശി പിടിക്കാൻ ഇത് പഴയ കാലൊന്നും അല്ല. മതി മതി. ഒരു ജോലിക്കാരിയെ ചൊല്ലി നമ്മുടെ ഈ രാത്രി നശിപ്പിക്കണ്ട. അച്ഛൻ കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്, കൊണ്ടുവരട്ടെ. അതേ, പിന്നൊരു കാര്യം, എനിക്ക് ചില ചിട്ടകളൊക്കെ ഉണ്ട്. അച്ഛൻ മിലിറ്ററിയിൽ മേജർ ആയിരുന്നുകൊണ്ട് പട്ടാള ചിട്ടയിൽ എന്നെ വളർത്തിയത്. ഞാൻ പഠിച്ച ഊട്ടി സ്കൂളിലും ഡിസിപ്ലിൻ മസ്റ്റ് ആയിരുന്നു. അതൊക്കെ ജീവിതത്തിലും ആവശ്യമാണെന്നുള്ള എന്റെ വിശ്വാസം. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഹോ, ദൈവം കാത്തു. പിന്നെ ഈ വീട് ഞാൻ എന്റെ ഇഷ്ടത്തിന് വരച്ചതാ. ഇതിലെ പെരുമാറ്റവും ജീവിതവും എന്റെ ഭാവനയ്ക്ക് ഒത്തുവന്നാലേ ഈ വീടിനെ കുറിച്ചുള്ള എന്റെ സങ്കല്പം യാഥാർത്ഥ്യമാകൂ. അതോർത്ത് ചേട്ടൻ വിഷമിക്കണ്ട. ഊട്ടിയിലൊന്നും അല്ലെങ്കിലും ഞാനൊരു കോമൺ പ്രോഡക്റ്റാ. ഡിസിപ്ലിൻ ഒക്കെ അവിടെ മസ്റ്റ് ആയിരുന്നു. പിന്നെ അച്ഛന്റെ കാര്യം, ഒരു പട്ടാളക്കാരനേക്കാൾ എന്തുകൊണ്ടും കൃത്യനിഷ്ഠയുള്ള ആളൊരു ഒരു ഗാന്ധിയൻ, അത് മറക്കണ്ട. ഓ, രോഷം കൊള്ളാൻ വേണ്ടി പറഞ്ഞതല്ല. ഉലകു പ്രസംഗിച്ച് നീ കേട്ടില്ലേ, നിന്റെ നൃത്ത ചൂടുകളുടെ താളവും സൗന്ദര്യവും ഈ വീടിന്റെ ചലനങ്ങളിൽ പോലും ഉണ്ടാവണമെന്ന്. അപ്പോ ഞാൻ ഇതിനകത്ത് നടക്കുന്നത് പോലും ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ട് വേണമല്ലേ? അയ്യടാ, കാമഡി കാമഡി. എന്താ? എനിക്ക് മണി 5 കഴിഞ്ഞു. ഡേ എക്സ്പ്രസിന് എവിടെയെങ്കിലും പോണോ? പോണം, കൊയിലാണ്ടിക്ക്. രാവിലെ എക്സസൈസ് ചെയ്യണം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വാ പോവാം. ചേട്ടൻ പോയിക്കോ. വിവാഹ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാണുള്ളൂ എന്ന് ഫെമിനിസ്റ്റുകൾ പോലും പറഞ്ഞിട്ടുണ്ടടി. വാ, എനിക്ക് ഓടാം. ഓടാനോ? വ്യായാമത്തിന്, ശരീര സൗന്ദര്യത്തിന്. അതിന് ഞാൻ ഡാൻസ് ചെയ്യാനുണ്ടല്ലോ. ചേട്ടൻ ഓടിയേച്ചു വാ, എനിക്കൊരു 7:30 വരെയെങ്കിലും കിടക്കണം. എന്നാ പിന്നെ ഉച്ചയ്ക്ക് 1 മണി വരെ കിടന്നുറങ്ങ്, നമുക്ക് വൈകിട്ട് കാണാം.